السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين المبعوث رحمة للعالمين محمد وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 102-ാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ രാജവാഴ്ചയെ പറ്റി പറഞ്ഞതും അതുപോലെ ആ രാജവാഴ്ചയെ പറ്റി പറഞ്ഞു പ്രചരിപ്പിച്ച കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ, സുലൈമാന്റെ രാജവാഴ്ചയെ പറ്റി പിശാചുക്കൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്നതിനെ അവർ പിൻപറ്റുകയും ചെയ്തു. വമാ കഫറ സുലൈമാൻ, സുലൈമാൻ അവിശ്വസിച്ചിട്ടില്ല. വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹ്ർ, എങ്കിലും മനുഷ്യർക്ക് സിഹ്ർ പഠിപ്പിച്ചുകൊണ്ട് പിശാചുക്കളാണ് അവിശ്വസിച്ചത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ച വിഷയങ്ങളാണ്. ഇനി എന്ന് തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞ കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ആയത്തിന്റെ 5-ാമത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഈ ആയത്തിൽ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത്ത്, ബാബിലോണിൽ ഹാറൂത്തും മാറൂത്തും എന്ന 2 മലക്കുകൾക്ക് ഇറക്കപ്പെട്ടതും അവർ പിൻപറ്റി. വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്നതും ഫലാ തക്ഫുർ, ഞങ്ങൾ ഒരു പരീക്ഷണം മാത്രമാണ്, അതിനാൽ നീ അവിശ്വസിച്ചു പോകരുത് എന്ന് പറയാതെ ഒരാൾക്കും അവൻ 2 പഠിപ്പിച്ചിരുന്നതുമില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ അല്ലാഹു പറയുന്ന ഈ കാര്യം സുലൈമാൻ നബി അലൈഹിസ്സലാമക്ക് ശേഷം ബാബിലോണിൽ 2 മലക്കുകൾക്ക് ഇറക്കപ്പെട്ടതും അവർ പിൻപറ്റി എന്നാണ്. അതായത് ഇസ്രായേൽ ജനതയിൽപ്പെട്ട ആളുകൾ അവർ പിശാചുക്കൾ പറഞ്ഞു പരത്തിയ കുപ്രചരണങ്ങൾ വിശ്വസിച്ചുകൊണ്ട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം സിഹ്റിലൂടെയാണ് ഭൗതികമായ എല്ലാ നേട്ടങ്ങളും കരസ്ഥമാക്കിയത് എന്ന പിശാചുക്കളുടെ കുപ്രചരണങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മാരണം ചെയ്യുന്ന സിഹ്റിന്റെ വക്താക്കളും പ്രചാരകരുമായി മാറുകയാണ് വാസ്തവത്തിൽ ആ ആളുകൾ ചെയ്തത്. അതിനുശേഷം അവർ ഹാറൂത്ത് എന്നും മാറൂത്ത് എന്നും പേരുള്ള 2 മലക്കുകളിലൂടെ ഇറക്കപ്പെട്ട സിഹ്റിനെ കുറിച്ചുള്ള അറിവുകൾ അവർ പിൻപറ്റുകയും അത് അവരുടെ ജീവിതത്തിൽ പ്രയോഗിക്കുകയും ചെയ്തു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. ഇവിടെ അല്ലാഹു പറഞ്ഞ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത്ത്, ബാബിലോണിൽ ഹാറൂത്തും മാറൂത്തും എന്ന 2 മലക്കുകൾക്ക് ഇറക്കപ്പെട്ടതും എന്ന് പറഞ്ഞതിലെ മലക്കൈനി എന്ന് പറഞ്ഞതിൽ തഫ്സീർ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മലക്കുകളെ പോലെ ശുദ്ധന്മാരായ ആളുകളാണ് എന്നും അതല്ല യഥാർത്ഥത്തിലുള്ള മലക്കുകളാണ് എന്നും പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ള കാര്യമാണ്. ഏതായാലും അതിലെ പ്രബലമായ സ്വീകാര്യയോഗ്യമായ റിപ്പോർട്ട് എന്ന് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ അഭിപ്രായമാണ് ഇവിടെ നമ്മൾ ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മുടെ ചർച്ചയിൽ ഉൾപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ മലക്കുകൾ എന്ന് പറഞ്ഞത് അത് യഥാർത്ഥത്തിലുള്ള മലക്കുകളെ ഉദ്ദേശിച്ച് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത് എന്ന ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായമാണ് പൂർവികരുടെ വ്യാഖ്യാനപ്രകാരം ഏറ്റവും ശരിയായിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ബാബിലോണിൽ ഹാറൂത്ത് എന്നും മാറൂത്ത് എന്നും പേരുള്ള 2 മലക്കുകൾ അവരിലൂടെ അല്ലാഹു സിഹ്റിന്റെ വിജ്ഞാനത്തെക്കുറിച്ച് സിഹ്റിന്റെ ഇനത്തിൽപ്പെട്ട ചില അറിവുകളെ കുറിച്ച് ഒരു പരീക്ഷണം എന്ന നിലക്ക് ഇസ്രായേൽ ജനതയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. ഇവിടെ സഹോദരങ്ങളെ, ഈ സംഭവം നടക്കുന്നത് അത് ബാബിലോണിൽ വെച്ചാണ്. ഫലസ്തീൻ പ്രദേശത്ത് താമസിച്ചിരുന്ന ബനു ഇസ്രായേലിയർ എങ്ങനെയാണ് ഇറാഖിലെ ബാബിലോണിൽ എത്തിയത് എന്ന് ആദ്യം നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമാണ്. BC 604 മുതൽ BC 561 വരെ ബാബിലോണിലെ രാജാവായി അറിയപ്പെട്ട ഒരു ദുഷ്ടനായിരുന്നു ബുഖ്തനുസർ. ഈ ബുഖ്തനുസർ
ഈ രാജാവിന്റെ ആക്രമണത്തിലാണ് ഇസ്രായേലിയർ ബാബിലോണിലേക്ക് നാട് കടത്തപ്പെടുന്നത്. ഫിർഔനിനെ പോലെ ഒരു അക്രമിയായ ദുഷ്ടനായ രാജാവായിട്ടാണ് ഈ ബുഖ്തനുസറിനെ ഇസ്ലാമിക പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത്. സൂറത്തു നംലിലെ 37-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം തൊബരി റഹിമഹുള്ള, ഇമാം മുജാഹിദ് റഹിമഹുള്ള പറഞ്ഞ ഒരു അഭിപ്രായം കൊടുക്കുന്നുണ്ട്. 4 ആളുകളാണത്രേ ഈ ഭൂമിയിൽ ആധിപത്യം നേടിയത്. അത് 2 വിശ്വാസികളും 2 അവിശ്വാസികളുമാണ് എന്ന്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമയും ദുൽഖർനൈനുമാണ് വിശ്വാസികളിൽ ഭൂമിയിൽ അധികാരം നേടിയത് എങ്കിൽ അവിശ്വാസികളിൽ നമ്രൂദും ബുഖ്തനസർ രാജാവുമായിരുന്നു എന്ന് തഫ്സീർ പണ്ഡിതന്മാര് വിശദീകരിക്കുന്നത്. ഈ ബുഖ്തനസർ രാജാവാണ് ഫിർഔനിന് ശേഷം ഇസ്രായേൽ ജനതയെ അങ്ങേയറ്റം പീഡിപ്പിച്ചതും വളരെ ക്രൂരമായി കൊണ്ട് അവരെ ആക്രമിച്ചതും. സഹോദരങ്ങളെ, ബനു ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അവർ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരായ പല കാലഘട്ടങ്ങളും അവരുടെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. ബനു ഇസ്രായേലിയർ തീർത്തും അക്രമത്തിൽ മുഴുകി ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ബാബിലോണിയയിലെ രാജാവായിരുന്ന ബുഖ്തനുസർ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് ആക്രമിച്ച് നശിപ്പിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേലിയരെ കൂട്ടക്കൊല നടത്തുകയും അവരുടെ സ്വത്തുക്കളെല്ലാം തകർക്കുകയും പിന്നീട് ജീവൻ അവശേഷിച്ച മുഴുവൻ ആളുകളെയും കൂട്ടത്തോടെ ബന്ധനസ്ഥരാക്കിക്കൊണ്ട് ഈ ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. പിന്നീട് വർഷങ്ങളോളം അടിമകളായി ഈ ബനു ഇസ്രായേലിയരെ ബാബിലോണിൽ പാർപ്പിക്കുകയാണ് ഉണ്ടായത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഇസ്രായേലിയർക്കിടയിൽ സിഹറിന് വളരെയധികം പ്രചാരം ലഭിച്ചതും സിഹറിന്റെ പ്രവർത്തനങ്ങളിൽ അവർ മുഴുകി ജീവിക്കുകയും ചെയ്തത്. ബാബിലോണിൽ ഇസ്രായേലിയർ ജീവിച്ച ഈ കാലഘട്ടത്തിൽ അവർ ഭാവി ഫലങ്ങൾ പറയുന്നവരുടെ അടുക്കൽ പോകുന്ന വിഷയങ്ങളിലും മേഘങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ നോക്കി ലക്ഷണം പറയുന്ന ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകുന്ന വിഷയങ്ങളിലും അതുപോലെ തന്നെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഭൂതങ്ങളെയും മരിച്ചവരെയും ഒക്കെ വിളിച്ചു വരുത്തുമെന്ന് വാദിക്കുന്നവരുടെ അടുക്കലേക്കും അങ്ങനെ സിഹറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ വിവിധ തുറകളിൽ വ്യവഹാരങ്ങൾ നടത്തുന്നവരുടെ അടുക്കലേക്ക് ഈ ഇസ്രായേലിയർ പതിവായി പോകുമായിരുന്നു. അവരുടെ വിശ്വാസം ആ രൂപത്തിലുള്ളതായി മാറിയിരുന്നു എന്ന് വേദക്കാരുടെ കൈകളിലുള്ള ഗ്രന്ഥങ്ങൾ വരെ സാക്ഷ്യം പറയുന്ന ഒരു ചരിത്രമാണ് എന്ന് നമ്മൾ ഇതോടൊപ്പം മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഈ രൂപത്തിലായിരുന്നു ഈ യഹൂദികളുടെ വിശ്വാസം. അവർ അള്ളാഹുവിന്റെ വേദഗ്രന്ഥമായ തൗറാത്തിലെ അധ്യാപനങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് പിശാച് അവർക്ക് ഓതിക്കൊടുത്ത പലതിനെയുമാണ് അവർ പിൻപറ്റിയത്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിയുടെ അധികാരത്തിൽ ആ മഹാനായ പ്രവാചകന് ലഭിച്ച അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ അതെല്ലാം സിഹ്റിലൂടെ ലഭിച്ചതാണെന്ന് കെട്ടിച്ചമച്ചുണ്ടാക്കി ജനങ്ങളെ ഈ ശൈത്താൻ ആ കാര്യങ്ങൾ വിശ്വസിപ്പിച്ചുകൊണ്ട് സിഹ്ർ എന്ന മഹാപാപം പുറത്തെടുക്കുകയായിരുന്നു സഹോദരങ്ങളെ. വാസ്തവത്തിൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഒരിക്കലും ഈ സിഹ്ർ ഉപയോഗിച്ചിട്ടില്ല. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഒരിക്കലും ഈ സിഹ്ർ പഠിച്ചിട്ടുമില്ല. പക്ഷേ ഈ പിശാചുക്കൾ മനുഷ്യരെ വഴിതെറ്റിക്കുന്നതിനു വേണ്ടി ആ മനുഷ്യനെ വഴിതെറ്റിക്കുവാനുള്ള ആർത്തി കാരണം ഈ സിഹിർ ജനങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിയുടെ പേരിലേക്ക് ചേർത്തുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം മറപ്പിക്കുന്ന രൂപത്തിൽ അവർ കുപ്രചരണം നടത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറാഖിന്റെ പ്രദേശത്ത് ബാബിലോൺ എന്ന സ്ഥലത്ത് ഹാറൂത്ത് എന്നും മാറൂത്ത് എന്നും പേരുള്ള 2 മലക്കുകളെ മനുഷ്യരൂപത്തിൽ ഇറക്കുകയും അവർ മുഖേന എന്താണ് ഈ സിഹർ എന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അള്ളാഹു അവന്റെ അടിമകൾക്ക് ഒരു പരീക്ഷണമായി സിഹറിനെ ആ 2 മലക്കുകൾ മുഖേന ഇറക്കിക്കൊടുത്തു എന്നാണ്. എന്നിട്ട് ആ മലക്കുകൾ ജനങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ മലക്കുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത സിഹറും, അതായത് പിശാചിലൂടെ ബനു ഇസ്രായേലിയർ ഉപയോഗിക്കുന്ന സിഹറും അതിനു പുറമെ മലക്കുകളിലൂടെ പഠിപ്പിക്കപ്പെട്ട സിഹറും, ഇത് രണ്ടും അവർ പിൻപറ്റുകയും അത് പ്രയോഗത്തിൽ കൊണ്ടുവരികയുമാണ് ഈ ബനു ഇസ്രായേലിയർ ചെയ്തത്. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത വ മാറൂത്ത്. ബാബിലോണിൽ ഹാറൂത്തും മാറൂത്തും എന്ന 2 മലക്കുകൾക്ക് ഇറക്കപ്പെട്ടതും അവർ പിൻപറ്റി എന്നാണ്. എന്നാ സഹോദരങ്ങളെ, ആ 2 മലക്കുകളും അവർക്ക് ഈ സിഹറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവരോട് ഈ മലക്കുകൾ പ്രത്യേകം ഉപദേശിക്കാറുണ്ടായിരുന്നു, പ്രത്യേകം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷണമാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ പ്രവർത്തനം ചെയ്തുകൊണ്ട് സിഹർ ചെയ്തുകൊണ്ട് നിങ്ങൾ കുഫർ ചെയ്യരുത് എന്ന് ആ മലക്കുകൾ അവർക്ക് പ്രത്യേകം ഉപദേശം നൽകിയിരുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞത്, വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്നത്തുൻ ഫലാ തക്ഫുർ. ഞങ്ങൾ ഒരു പരീക്ഷണം മാത്രമാണ്, അതിനാൽ നീ കുഫർ ചെയ്യരുത്, അവിശ്വസിച്ചു പോകരുത് എന്ന് പറയാതെ ഒരാൾക്കും അവർ 2 ആളും പഠിപ്പിച്ചിരുന്നതുമില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്.
അപ്പോ സഹോദരങ്ങളെ, ഇനി എന്തുകൊണ്ടാണ് ഈ സിഹർ അത് ഉപയോഗിക്കരുത്, കുഫറാണ് എന്ന് ഈ മലക്കുകൾ പറഞ്ഞത്? എന്താണ് ഇസ്ലാമിൽ മാരണം പോലുള്ള ഇത്തരം പ്രവർത്തനങ്ങളുടെ വിധി? അതുകൂടി നമ്മൾ അതിന്റെ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ഈ സിഹർ പോലുള്ള കുഫർ ബാബിലോണിൽ മലക്കുകൾ യഹൂദികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു എന്നതിനെ കുറിച്ച് വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. ഇൻഷാ അല്ലാഹ് അതെല്ലാം അടുത്ത ക്ലാസ്സുകളിലായി നമുക്ക് പഠന വിധേയമാക്കാം. ഇന്ന് നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ യഥാവിധി മനസ്സിലാക്കുവാനും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.